നോക്ക്, ഈ കോമഡി കേൾക്കാൻ ചില ആളുകൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. കോമഡി എന്ന് പറഞ്ഞ സാധനം എന്താ? കളവാണ്. ഇല്ലാത്ത സങ്കല്പങ്ങൾ അങ്ങനെ രസാവഹമായിട്ട് അവതരിപ്പിക്കുകയാണ്. അതിന്റെ പേരാ കോമഡി. അത് കേൾക്കൽ സുന്നത്തുള്ള സംഗതിയല്ല, പറ്റാത്ത സംഗതിയാണ്. പക്ഷെ അത് കേട്ടുകൊണ്ട് ചിരിക്കുന്ന ആൾക്കാർ എത്ര ആൾക്കാണെന്ന് പറയും. ഇപ്പൊ ഒറ്റയ്ക്ക് ചിരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ. മുമ്പൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഒറ്റയ്ക്ക് ചിരിക്കുന്നവരെ കണ്ടിട്ടുണ്ടാവും. അല്ലാ, കണ്ടിട്ട് ചിലപ്പോ നമുക്ക് തന്നെ ചിരി വന്നു. ഒറ്റയ്ക്ക് ചിരിക്കും, പെരുഞ്ചിരിയാ ചിരിക്കുന്നത്. ഉപകരണങ്ങളിൽ നോക്കിയിട്ട് കോമഡിന്റെ ത്രില്ല് കൊണ്ട് ആള് ചിരിച്ച് ചിരിയുടെ ആ നരമ്പ് പൊട്ടിപ്പോയി എന്ന് പറയാം. ആ രൂപത്തിലാ ചിരിക്കുന്നത്. വേറെ ആരെങ്കിലും കാണുമ്പോൾ വിചാരിക്കും, ഇയാളെന്തോ ഒറ്റയ്ക്ക് ചിരിക്കുന്ന പഠിച്ചോനെ, വല്ലതുണ്ടാ, വല്ല പ്രശ്നമുണ്ടോ, എന്താ ഇയാൾ ഇങ്ങനെ ചിരിക്കുന്നത്? കോമഡി. കോമഡി രസാണല്ലേ. കളവ് പറയുന്നത് മാത്രല്ല ഹറാമ്, കേൾക്കുന്നതും ഹറാമാണ്. കേൾക്കുന്നതും ഹറാമാ. രണ്ടും ഒരേ ഡിഗ്രിയാ. പറയുന്നത് മാത്രല്ല, കേൾക്കുന്നു അങ്ങനെ തന്നെ. അതാണ് ഈ സാധനം. അത് കേട്ടിട്ട് വെറുതെ നേരം കളയരുത്. ആ സമയത്ത് ആവശ്യമുള്ള എന്തെങ്കിലും ഇൽമ് കേൾക്കണം. ആവശ്യമുള്ളത് ദീനിയും ദുന്യവിയുമായ ഇൽമ്. എന്തെല്ലാം പഠിക്കാണ്ട്, എന്തെല്ലാം കേൾക്കാണ്ട്, ഇഷ്ടം പോലെ കേൾക്കാല്ലേ, ഇഷ്ടം പോലെ പഠിക്കാല്ലേ. നിങ്ങളൊരു ഭാഷ പഠിച്ചോളൂ. ഒരാൾ ഭാഷാ ക്ലാസ് എടുക്കുകയാണ്, നല്ലതല്ലേ? പഠിക്കൽ സുന്നത്തല്ലേ? ഒരു ഭാഷയെ പഠിക്കുന്നത്, ഒരു ഭാഷ പഠിപ്പിക്കുകയാണ് ഒരു ടീച്ചർ, ഒരു ഉസ്താദ് പഠിപ്പിക്കുകയാണ്. അതാണ് ഓൺലൈനിലൂടെ അങ്ങനെ പഠിക്കുന്നത്. അക്ഷരങ്ങൾ അങ്ങനെ പഠിച്ചു, കൂട്ടുവായന പഠിച്ചു, കൂട്ടെഴുത്ത് പഠിച്ചു. എന്തൊരു സംഗതിയാ, എന്തൊരു സന്തോഷാണ്. ഇയാൾ ഒറ്റയ്ക്ക് അങ്ങനെ പറഞ്ഞ് ശീലാക്കിയെന്ന് കൂട്ടിക്കോളൂ. സംഗതി കൂലി കിട്ടുന്ന സംഗതിയല്ലേ. അല്ല, അയാളൊരു ബിസിനസിന്റെ മെത്തേഡ്, അതാണ് അയാൾ പഠിക്കുന്നത്. ഒരു ബിസിനസിന്റെ നല്ല നല്ല വശങ്ങളാണ് ഒരാൾ ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. ഹലാലല്ലേ, കേൾക്കുന്നത് നല്ലതല്ലേ, നല്ല നല്ല കാര്യങ്ങളല്ലേ പഠിക്കുന്നത്. പക്ഷെ മിക്ക ആളുകളും, ആണും പെണ്ണും, കോമഡി ത്രില്ലിന്റെ വീരന്മാരായി മാറിയിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിനാ താല്പര്യം. ഒരു ടൈം കിട്ടിയാൽ ഒഴിഞ്ഞിരുന്ന് ഒന്ന് ക്ലിക്ക് ചെയ്ത്, എന്താലേ അയാളെ അഭിനയം, എന്താലേ മറ്റാളെ കളവിന് ഫസ്റ്റ് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ, കാരണം അയാളെ പേര് കോമഡി വീരൻ എന്നാണ്. ഞാൾക്കല്ലാതെ ആർക്കാ കൊടുക്കുക? സ്പോട്ടിൽ കളവരണം. അങ്ങനെ 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 കാത്തുന്നാലൊന്നും പറ്റില്ല. ഒരു സ്പോട്ട്, ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ പറയണം 10,000 ഒക്കെ. അപ്പേ അതിന് ഉഷാറുണ്ടാവുള്ളൂ. ഒരാളോട് സംസാരിക്കുമ്പോ ആ സംസാരം ഫുള്ള് ഇങ്ങോട്ടും അങ്ങോട്ടും മറുപടി ഒക്കെ കളവന്നെ. പക്ഷെ ആ കളവ്, ആ സെക്സ് മണക്കുന്നതും സെക്സ് മണക്കാത്തതും, ഇതല്ലേ താല്പര്യം. സെക്സ് കേൾക്കുന്ന ചില ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാ. ഓ, സെക്സിന്റെ രൂപം കാണുന്നതോ അത് അതിനേക്കാളും വലിയ താല്പര്യമാണ്. ആണിനും പെണ്ണിനും നിന്റെ ഹവ മുഴുവനും ഗ്രസിച്ചിരിക്കുന്നത് അതിലാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാക്കഥ പറയുന്ന ആളുകളെ സംബന്ധിച്ച് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, രാത്രി ഇരുന്നിട്ട് കഥ പറയുന്നതിന് കുഴപ്പമില്ല, പക്ഷേ പറയുന്നത് ഹലാലായത് മാത്രമേ പറ്റൂ, ഹറാമായത് ഒന്നും പറ്റില്ല. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്തൊരു പെണ്ണ് വരുമ്പോ എന്നും ആ പെണ്ണ് ഒരു കഥ പറയും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ കഥ കേട്ടത് 1 അല്ല 2 അല്ല 10 അല്ല, ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. കേട്ടാൽ വീണ്ടും വീണ്ടും കേൾക്കാൻ ആയിഷ ബീവിക്ക് ഇഷ്ടമാണ്. കാരണം ആ കഥ കേൾക്കുമ്പോ ഈമാനിനൊരു മാറ്റ് കൂടുന്നുണ്ട്. ആ പെണ്ണ് എന്നും വീട്ടിൽ വന്നിട്ട് ഈ കഥ പറയുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയും, ആയിഷ ബീവി, റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെ ജീവിതത്തിൽ ഇത്രയും വലിയ സന്തോഷം തന്ന ഒരു കാര്യം വേറെ ഒന്നില്ല. എന്നിട്ട് ആ ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് ആ മുഅ്മിനത്തായ പെണ്ണ് പാടും, വയൗമുൽ വിശാഹി മിൻ തആജീബി റബ്ബിനാ അലാ ഇന്നഹു മിൻ ബൽദത്തിൽ കുഫരി അൻജാനി. വയൗമുൽ വിശാഹി, എന്റെ അരക്കച്ച പരിശോധിച്ച ദിവസം, അത് റബ്ബ് സുബ്ഹാനഹു വ തആല എന്റെ ജീവിതത്തിൽ നൽകിയൊരു അത്ഭുത സംഭവമാണ്. എന്താ സംഭവം? ഈ പെണ്ണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നിട്ട് എപ്പോഴും ഈ സംഭവം പറയും. ആ സംഭവം പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഇരുന്ന് കേൾക്കും. കാരണം അതിലൊരു ഈമാനിന്റെ ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്, ജീവിതത്തിൽ വന്ന അനുഭവമാണ്.
ഈ പെണ്ണ് പഴയ കാലത്ത് ഒരു വലിയ തറവാട്ട് വീട്ടിൽ ജോലി ചെയ്തിരുന്ന പെണ്ണാണ്. വലിയ തറവാട്ട് വീട്ടിൽ അവിടെ ജോലി ചെയ്യുമ്പോ ഒരു ദിവസം ആ പെണ്ണ് കുളിപ്പിച്ച് വൃത്തിയാക്കുന്ന ചെറിയ ഒരു കുട്ടിയുടെ ഒരു സ്വർണ്ണാഭരണം, ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവുമല്ലോ കയ്യിലും കഴുത്തിലൊക്കെ സ്വർണ്ണാഭരണം കെട്ടിക്കൊടുക്കുമല്ലോ, ഒരാഭരണം കാണാതെ ആയിപ്പോയി. സുബ്ഹാനല്ലാഹ്, ഈ കുട്ടിയുടെ നേരെ മുകളിലുള്ള കുട്ടിയെയും പരിപാലിച്ചതും കുളിപ്പിച്ചതും നോക്കിയതൊക്കെ ഈ പെണ്ണ്. അതിന്റെ നേരെ മുകളിലെ കുട്ടിയെ പരിപാലിച്ചതും അതും ഈ പെണ്ണ് തന്നെയാണ്. കുറെ വർഷങ്ങളോളായി ഈ പെണ്ണ് അവിടെ. അവര് ഈ ആഭരണം എവിടെയെന്ന് പലയിടത്തും തെരഞ്ഞു. ഈ പെണ്ണിനെ സംശയിച്ചവര്. ഈ പെണ്ണ് പറഞ്ഞു, നിങ്ങൾ എന്നെ സംശയിക്കരുത്, ഞാൻ ഇങ്ങനെ വല്ലതും കളവെടുക്കുന്ന ആളാണെങ്കിൽ അതിന്റെ അപ്പുറത്ത് നേരെ മുകളിലുള്ള കുട്ടി അതാ അവിടെ ഇരിക്കുന്നു, ആ കുട്ടിക്ക് നിങ്ങൾ കെട്ടിക്കൊടുത്ത ആഭരണം ഇപ്പോഴും ഉണ്ടല്ലോ, ഞാനത് കെട്ടോ. അതിന്റെ മുകളിലുള്ള വേറൊരു കുട്ടി, ആ കുട്ടിക്കുള്ള ആഭരണം ഞാനത് കെട്ടെടുത്തിട്ടുണ്ടോ? നിങ്ങൾ എന്നെ സംശയിക്കരുത്. പലപ്പോഴും അവരോട് പറഞ്ഞു, സംശയിക്കരുത്, ഞാൻ ഒരിക്കലും അങ്ങനെ നിങ്ങളെ ചതിക്കൂല, നിങ്ങൾ എന്നെ വിശ്വസിക്കണം, നിങ്ങളുടെ കൂട്ടത്തിൽ എത്ര കാലമായി ഞാൻ കഴിയുന്നത്. പക്ഷേ അവർക്ക് സംശയം മൂർജിച്ച് ആ പെണ്ണിന്റെ സ്വകാര്യ ഭാഗങ്ങൾ വരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. ആ പെണ്ണിനത് വല്ലാത്ത ടെൻഷനായി. പടച്ചോനെ, ഞാൻ ഇത്രയും വിശ്വാസത്തോടെ നിന്നിട്ട് ഈ വീട്ടുകാരി എന്നെ പറ്റി ഇങ്ങനെയാണല്ലോ വിചാരിച്ചത്, എന്റെ അരപ്പട്ട അടക്കം എന്റെ അരഭാഗം അടക്കം അവർ പരിശോധിച്ചില്ലേ. ഇങ്ങനെ വിഷമത്തോടാ വീട്ടിൽ കഴിയുമ്പോ വീട്ടുകാരെല്ലാവരും വീട്ടിന്റെ പൂമുഖത്തിരിക്കുമ്പോ അതാ സുബ്ഹാനല്ലാഹ് ഒരു കാക്ക കൊണ്ടുവന്ന് ആഭരണം നേരെ അവരെ മുന്നിലേക്ക് അങ്ങിട്ടു. ഈ കുടുംബക്കാര് മൊത്തം കാണുന്നുണ്ട്. ഈ ചെറിയ കുട്ടി പുറത്ത് കളിച്ചു കൊണ്ടിരിക്കുമ്പോ കയ്യിലോ മറ്റോ കെട്ടിയ ആഭരണം വീണുപോയി. നല്ല തിളക്കം കണ്ടപ്പോ കാക്കത് കൊത്തിക്കൊണ്ടുപോയി. ഈ പെണ്ണിന്റെ മനസ്സിന്റെ വേദന അത് അല്ലാഹു അങ്ങ് സ്വീകരിച്ചു പോയി. കട്ടെടുത്ത് എടുത്തു കൊണ്ടുപോയ കാക്ക അതങ്ങനെ തന്നെ വീട്ടുകാരെ മുന്നിൽ തന്നെ കൊണ്ടുവന്നിട്ടപ്പോ അവർക്ക് മനസ്സിലായി, നമ്മുടെ വീട്ടിലെ പരിപാലിക്കുന്ന സേവനം ചെയ്യുന്ന പെണ്ണ്, നമ്മുടെ വീട്ടിൽ വേല ചെയ്യുന്ന പെണ്ണ്, ആ പെണ്ണ് സത്യസന്ധയാണ്, ആ പെണ്ണൊരിക്കലും കട്ടെടുത്തിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. കാക്ക കൊണ്ടുവന്ന് നമ്മളെ മുന്നിലല്ലേ കൊണ്ടുവന്നിട്ടത്. പക്ഷേ ആ പെണ്ണ് പറഞ്ഞു, ഇനി ഒരു നിമിഷം നിങ്ങളോടൊപ്പം താമസിക്കാൻ എനിക്ക് കഴിയില്ല, ഒരിക്കലും നിങ്ങളോടൊപ്പം ഞാൻ ഇവിടെ കൂടുന്നില്ല. കാരണം നിങ്ങൾ എന്നെ വിശ്വാസ വഞ്ചന ചെയ്തില്ലേ, ഞാൻ നിങ്ങളെ ഇത്രയും വിശ്വസിച്ചിട്ടല്ലേ നിന്നത്, എന്നിട്ടും നിങ്ങൾ പറഞ്ഞു എന്ന് മാത്രമല്ല എന്റെ സ്വകാര്യത വരെ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തി. അതുകൊണ്ട് ഞാൻ ഈ നാട് വിട്ടുപോവുകയാണ്. ആ തറവാട്ട് വീട്ടിൽ നിന്ന് ഞാൻ പടിയിറങ്ങി. അല്ലാഹു എനിക്ക് തന്നൊരു സന്തോഷമായിട്ടാ ഞാനത് കാണുന്നത്. നേരെ ഞാനെത്തുന്നത് മദീന മുനവ്വറയിലാണ്. ഇവിടെ എത്തിയപ്പോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ പറ്റി, എനിക്ക് വിശ്വസിക്കാൻ പറ്റി. എന്നും ഞാൻ ആ വീട്ടിലാണെങ്കിൽ എനിക്ക് ഈമാൻ കൊള്ളാൻ കഴിയില്ലല്ലോ, എനിക്ക് വിശ്വാസത്തിലേക്ക് വരാൻ പറ്റില്ലല്ലോ. വയൗമുൽ വിശാഹി മിൻ തഅജീബി റബ്ബിനാ, എന്റെ അരക്കച്ച പരിശോധിച്ച ദിവസം അല്ലാഹു എനിക്ക് നൽകിയ അത്ഭുതങ്ങളിൽ പെട്ടൊരു അത്ഭുതമാണ്. അലാ ഇന്നഹു മിൻ ബൽദത്തിൽ കുഫരി അൻജാനി, സത്യനിഷേധത്തിന്റെ നാട്ടിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയിട്ട് ഈമാനിന്റെ നാടാകുന്ന മദീനയിലേക്ക് എന്നെ കൊണ്ടുവന്നത് ആ സംഭവമാകുന്നു. അതെന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷമാണ്. ഞാൻ അതിൽ വല്ലാതെ സന്തോഷിക്കുന്ന ആളാണ്. ഈ ചരിത്രം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. എപ്പോൾ വീട്ടിലേക്ക് ഈ പെണ്ണ് വന്നാലും ആയിഷ റളിയല്ലാഹു അൻഹ സ്വീകരിച്ചിരുത്തും. എന്തിന്? ഈ കഥ കേൾക്കാന്. ഈ കഥ ഇങ്ങനെ കേൾക്കുമ്പോ ഈമാനിനൊരു മാറ്റുകൂടി കിട്ടുന്നുണ്ട്. കാരണം ഈമാനിലേക്ക് വരാൻ കാരണമായ സംഭവമാണ്. ഇത്തരത്തിലുള്ള നല്ല വർത്തമാനങ്ങൾ എത്ര അധികം പറഞ്ഞാലും ആവർത്തിച്ച് എത്ര തവണ കേട്ടാലും അതിന് കൂലി കുറയൂല, ആ കൂലി കൂടുകയാണ്. അതേ സമയത്ത് പറയുമ്പോ അനാവശ്യങ്ങൾ
സെക്സിന്റെ ചുവയുള്ളത്, പ്രേമത്തിന്റെയും പ്രണയത്തിന്റെയും കഥകളും അതിന്റെ കുരുക്കുകളും അതിന്റെ ഊരാക്കുരുക്കുകളും അതിന്റെ സീക്രട്ടുകളും അതിന്റെ വാസനകളും ഇതൊക്കെ കയറിപ്പിടിച്ചിട്ടുള്ള സംസാരമില്ലേ, അത് അബ്ദുൽ ഹവാ, താൻ തോന്നിയായി ജീവിക്കുന്ന മനുഷ്യന് അത് വല്ലാത്ത രസമാണ്. അതേ സമയത്ത് പടച്ച റബ്ബിന്റെ അടിമയായി ജീവിക്കുന്ന മനുഷ്യന്, അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യന് അത്തരത്തിൽ കോമഡി പറയാനോ അത് കേട്ട് രസിക്കാനോ അത് കേട്ട് സുഖിക്കാനോ അവന്റെ മനസ്സനുവദിക്കൂല, അവന്റെ നേരം കളയുകയില്ല.